വാൾട്ട് ഡിസ്നിയെ പറ്റി അറിയാത്തവർ ഈ ലോകത്തിപ്പോൾ വളരെ ചുരുക്കമായിരിക്കും. കാരണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഡിസ്നി വേൾഡ് എന്ന് പറയുന്ന സ്ഥാപനം വിനോദത്തിനും വിജ്ഞാനത്തിനും ഒക്കെ ലോകപ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിലിപ്പം വീഗാലാൻഡുണ്ട്, ചാലക്കുടിയിലെ വാട്ടർ തീം പാർക്ക്, അതുപോലെയുള്ള ഒക്കെ സ്ഥാപനങ്ങളുടെ ഒരു പിതാമഹനാണ് ഈ ഡിസ്നി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. 1989 അക്കരെ അക്കരെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലോസ് ആഞ്ചലസിൽ പോയിരുന്നു. അപ്പോൾ ഈ ഡിസ്നി വേൾഡിൽ കയറി അവിടെ ആ സ്ഥാപനം, അവിടുത്തെ സംഗതികളും അവിടുത്തെ പരിപാടികളും എല്ലാം നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തത്രയും വലിയ തിരക്കാണ്. ഒരുപാട് ഡോളറുകളാണ് അവിടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ ലക്ഷക്കണക്കിന് ഡോളറുകൾ ഉണ്ടാക്കുന്ന ഒരു വൻ സ്ഥാപനമാണ്. തിരക്ക് എപ്പോഴും ഡെയിലി 24 മണിക്കൂറും തിരക്കെന്ന് പറഞ്ഞ പോലെയുള്ള ഭയങ്കരമായ തിരക്കാണ്. അപ്പോൾ ഈ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു? വാൾട്ട് ഡിസ്നി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഫീസ് കൊടുക്കാനും സ്കൂളിൽ ഫീസ് കൊടുക്കാൻ പൈസയില്ലാതെ സ്കൂളിൽ നിന്ന് പുറത്തായ ആളാണ്. അങ്ങനെ അദ്ദേഹം മിലിറ്ററിയിൽ പോയി ചേർന്നു. മിലിറ്ററിയിൽ നിന്ന് കുറേ വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം തിരിച്ചു വന്നു. പുള്ളിക്ക് ബേസിക്കായിട്ട് അതായത് ഈ കാർട്ടൂണുകളോടൊക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അത് വരയ്ക്കാൻ ശ്രമിച്ചു, വരച്ചു. പല മാഗസീനുകളിലും കാർട്ടൂണുകൾ വരച്ചു. പിന്നെ കാർട്ടൂൺ ബിസിനസ്, ഒരു സുഹൃത്തുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ അദ്ദേഹം ഒരു കാർട്ടൂൺ ബിസിനസ് തുടങ്ങി. അത് ഗംഭീരമായി പരാജയപ്പെട്ടു. സാമ്പത്തികമായി തൊലഞ്ഞുപോയി. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ വീണ്ടും ഒരുപാട് കാലം നട്ടം തിരിഞ്ഞ് നടന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തോന്നി കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ കാലിഫോർണിയ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ്. അവിടെയാണ് ഈ ലോസ് ആഞ്ചലസും അതുപോലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉള്ളത്. അവിടെ ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് പോകാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അവിടത്തേക്ക് പോകാനുള്ള യാത്രക്കൂലി പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ മുറി അങ്ങ് വിറ്റു. അങ്ങനെ ഉള്ളതെല്ലാം വിറ്റ് അദ്ദേഹം കാലിഫോർണിയയിലെത്തി. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ $40 ഉണ്ടായിരുന്നത് എന്നാണ് കഥ. പിന്നെ കടം വാങ്ങിച്ച ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കോട്ട് എന്നൊക്കെ പറയുന്നത്, ഈ സൂട്ട് കോട്ട് എന്നൊക്കെ അമേരിക്കൻ സൊസൈറ്റിയിലെ ഒരു സ്വാഭാവികവും ഏത് ദരിദ്രനും ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. അവിടുത്തെ തണുപ്പും അവിടുത്തെ സംഗതിയൊക്കെ വെച്ചിട്ട് പിന്നെ അവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ രീതിയിൽ ഈ സൂട്ട് കോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. അപ്പോൾ അങ്ങനെ പാകമാകാത്ത ഒരു കോട്ടും അങ്ങനെയുള്ള വസ്ത്രങ്ങളും വരയ്ക്കാനുള്ള ചില സാമഗ്രികളും മാത്രമാണ് ഈ $40 ആയിട്ടാണ് കാലിഫോർണിയയിൽ അദ്ദേഹം വാൾട്ട് ഡിസ്നി ഇറങ്ങുന്നത്. അദ്ദേഹം അവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ കാർട്ടൂൺ ബിസിനസ്സുകൾ ചെയ്യാൻ ശ്രമിച്ചു. പലതവണ പരാജയപ്പെട്ടു. 2 തവണ നെർവസ് ബ്രേക്ക് ഡൗൺ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പലതരം എന്നുവെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ മനുഷ്യൻ ശാരീരികമായി തളർന്നു പോകാന്ന് പറയില്ലേ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാലിഫോർണിയയിൽ വെച്ച് 2 തവണ ഉണ്ടായത്രേ. പിന്നെയും അദ്ദേഹം ഈ കാർട്ടൂൺ സംബന്ധമായ ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ചില സംഗതികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഒരിക്കലും വിട്ടുകൊടുത്തില്ല. അങ്ങനെ കടം വാങ്ങി പല ആളുകളും. ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്ന്, ഇദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇതുപോലെയുള്ള കാർട്ടൂൺ കാഴ്ചപ്പാടിലുള്ള വിനോദ സ്ഥാപനങ്ങൾ അന്ന് ലോകത്തെവിടെ ഇല്ലാത്തതുകൊണ്ട് അത്തരം കൺസെപ്റ്റുകൾ വട്ടാണ് എന്നുവരെ ആൾക്കാർ, സുഹൃത്തുക്കൾ പരിഹസിച്ചിട്ടും അദ്ദേഹം തളർന്നില്ല. അങ്ങനെ എല്ലാം വിറ്റുപെറുക്കിയും കടം വാങ്ങിച്ചും ഒരു ചെറിയ, ഇന്നത്തെ ഡിസ്നി വേൾഡിൻ്റെ ഒരു ചെറിയ പതിപ്പ് അദ്ദേഹം ആരംഭിച്ചു. പക്ഷേ അത് ജനങ്ങളിലുണ്ടാക്കിയ ആവേശം, ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതിൽ ഈ സ്ഥാപനത്തിനുണ്ടായ മിടുക്ക്, അങ്ങനെ അതിനുശേഷം ഉണ്ടായതെല്ലാം, ഈ ഡിസ്നി വേൾഡിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ളതെല്ലാം ചരിത്ര വസ്തുതകളാണ്. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല.
ഏത് പ്രതിസന്ധിയിലും വാൾട്ട് ഡിസ്നിയെ നയിച്ചത് എന്തായിരുന്നു? ഈ പ്രതിസന്ധികൾക്ക് ഉള്ളിലും അദ്ദേഹത്തിന് സ്വപ്നം കാണാനുള്ള, നടക്കാത്ത കാര്യം നടക്കും എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു.